ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ സൈന്യം മാരകമായ തിരിച്ചടി ഇപ്പോൾ നേരിടുകയാണ്. ഹമാസിൻ്റെ നേതാക്കളെ, ചില ഉന്നത നേതാക്കളെ ഇസ്രായേൽ വധിച്ചതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവിനെ വധിച്ചതായി ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു. ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തി ഇസ്രായേൽ. ഇതോടുകൂടി ഇസ്രായേലിന് നാല് പാടു നിന്നും അടി വരികയാണ്. തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിൽ ഇറാന് ശക്തമായ പ്രതിഷേധമുണ്ട്. അതിന് പ്രതികാരം ചെയ്യുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ സൈന്യം ഗസയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിച്ചതിന് പ്രതികാരമായി ഹിസ്ബുള്ള തകർപ്പൻ ആക്രമണമാണ് ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം. ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല, ഇസ്രായേലിനെ ശക്തമായി എതിരിടുമെന്നും ഇസ്രായേലിനോട് ശക്തമായി പോരാടുമെന്നും ഇസ്രായേലിനെ ഭസ്മമാക്കുമെന്നും ഹിസ്ബുള്ള പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ എതിരെ തിരിച്ചടി ഇനിയും കടുപ്പിക്കും. കാരണം തങ്ങളുടെ നേതാവിനെ കൊന്നത് അവർക്ക് സഹിക്കാനാകുന്നില്ല. മറ്റൊന്ന് ഇറാനാണ്. ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവിനെ വധിച്ചതോടുകൂടി അവർ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. അവർ മുറിവേറ്റ സിംഹമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സൈന്യത്തെ ഹമാസിന് കരുത്ത് പകരാൻ അവരുടെ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ പല കോണുകളിൽ നിന്നും പല ദിശകളിൽ നിന്നും ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഈ പോക്കിൽ അമേരിക്കയ്ക്കും അതൃപ്തിയുണ്ട്. ഹിസ്ബുള്ളയോട് യുദ്ധത്തിന് പോകരുത് എന്ന് അമേരിക്ക ഉപദേശിച്ചതാണ് ഇസ്രായേലിനെ. മാത്രമല്ല, ഹിസ്ബുള്ളയോട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ജയിക്കാൻ പ്രയാസമാണെന്നും അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല ഇസ്രായേൽ ഹിസ്ബുള്ളയോടും യുദ്ധത്തിനിറങ്ങി. ഇപ്പോൾ മറ്റൊന്നും കൂടിയുണ്ട്. ചെങ്കടലിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഇറക്കാൻ പറ്റുന്നില്ല. ഹൂതി വിമതർ തകർക്കും ആ കപ്പൽ കണ്ടാൽ ഇസ്രായേലിൻ്റെ കപ്പൽ കണ്ടാൽ അവർക്ക് കലിയിളകും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇസ്രായേൽ തകർന്ന് തരിപ്പണമാവുകയാണ്. 4 ചുറ്റും നിന്നും അടിയാണ്. ഇസ്രായേൽ അവകാശപ്പെടുന്നത് 8000-ഓളം ഹമാസ് പോരാളികളെ വധിച്ചുവെന്നാണ്. പക്ഷേ അതിന് തെളിവൊന്നുമില്ല. അതേസമയം 1000-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് തെളിവുകൾ ഹമാസ് കാണിച്ചു കഴിഞ്ഞു. ഗസയിലേക്ക് വംശഹത്യ നടത്താൻ ഇറങ്ങിയ ഇസ്രായേലിന് ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 4 ചുറ്റും നിന്നും 4 പാടു നിന്നും അടി. ഇപ്പോൾ ഹൂതികൾ ഒരു വശത്ത് കപ്പലുകൾ തകർക്കുന്നു, മറുവശത്ത് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തുന്നു, മറ്റൊരു വശത്ത് ഹമാസ് വീറോടെ പോരാടുന്നു. അതിനും അപ്പുറമായി ഇറാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവർക്കൊരു ഹോബിയാണ്. അവരുടെ ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് യുദ്ധത്തിലൂടെ അവർ കാണിക്കുന്നത്. പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട്, പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ലോകത്തിന് അപമാനമായി മാറിയിരിക്കുന്നു. ലോക ജനതയ്ക്ക് മുറിവായി മാറിയിരിക്കുന്നു. എന്തായാലും ഹിസ്ബുള്ളയോട് കളിക്കാൻ പോകരുത് എന്ന അമേരിക്കയുടെ ഉപദേശം തള്ളിക്കളഞ്ഞ ഇസ്രായേലിന് 8ൻ്റെ പണിയാണ് കിട്ടിയത്.